നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനൂതമായ പ്രണാമം. 5-ാം അധ്യായമായോ? 4 6-ാമത്തെ അധ്യായം സാറേ. 6 അല്ലേ? 5 കഴിഞ്ഞു. 5 കഴിഞ്ഞു. 6-ല് 9 എടുത്തു. ഇല്ല, 10 എടുത്തു. 6-ൽ 10. 9. 6-ൽ 9. ഇനി 10. പഞ്ചമസ്കന്ധം 6-ാം അധ്യായം 9-ാമത്തെ ശ്ലോകം. ഇഷ്യകിലാനുചരിതം ആശ്രമാതീതമുപാകർണ്യാം കൊങ്ക വെങ്ക കുടകാനാം രാജർഹൻ രാജ അർഹൻ നാമോപശിക്ഷ്യാം കലാവധർമ്മ ഉത്കൃഷ്യമാനേ ഭവിതവ്യേന വിമോഹിത സ്വധർമ്മപഥമകുതോ ഭയം അപഹായകുപഥം പാഷണ്ഡമഫമഞ്ജഫം നിജമനീഷയ മന്ദ സംപ്രവർത്തയിഷ്യതേ. യഫ്യകില അനുചരിതം. യഫ്യ അനുചരിതം, യാതൊരുവന്റെ അനുചരിതത്തെ. അനുചരിതം ഇത്രയും നാൾ ഉള്ള ഓരോ ജീവചരിത്രം മുഴുവൻ. അനുചരിതം ആശ്രമാതീതം, ആശ്രമങ്ങളെ അതിക്രമിച്ചിരിക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി. ഒരാശ്രമത്തിലും ഇങ്ങനെ ഒരു ജീവിതചര്യ പറഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, കാകവൃത്തി, പെരുമ്പാമ്പിന്റെ വൃത്തി, കിട്ടുന്നുണ്ട് കഴിക്കുക, മണ്ണിൽ കിടക്കുക, കുളിക്കാതിരിക്കുക, ജപിക്കാതിരിക്കുക, നനയ്ക്കാതിരിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, ഇതൊക്കെ ബ്രഹ്മചര്യത്തിന്റെയും ഗാർഹസ്ഥ്യത്തിന്റെയും വാനപ്രസ്ഥത്തിന്റെയും സന്യാസത്തിന്റെയും 4 ആശ്രമത്തിന്റെയും ചര്യകളല്ല. അതിനെ അതിക്രമിച്ചാണ് അവധൂത വൃത്തി സ്വീകരിക്കുന്നത്. അപ്പം ഈ 4 ആശ്രമങ്ങളെ അതിക്രമിച്ച അനുചരിതം ആശ്രമാതീതം ഉപാകർണ്യ, അത് മുഴുവൻ കേട്ടിട്ട് കൊങ്ക വെങ്ക കുടകാനാം രാജ. കൊങ്കം, വെങ്കം, കുടകം, ഈ 3 രാജ്യങ്ങൾ ഒന്നിച്ചു ചേർത്ത് ഭരിച്ചാണ്. പണ്ട് കേരളം ഈ 3 രാജ്യം, ചേരൻ, അതുപോലെ കേരളം ഒന്നിച്ച് തമിഴ്നാട് ഒന്നിച്ച് ഭരിച്ചിരുന്ന പോലെ അവിടെ 3 സ്ഥലങ്ങൾ ഒന്നിച്ചു ഭരിച്ചിരുന്ന രാജ അർഹൻ നാമ, അർഹൻ എന്നു പേരുള്ള രാജാവ്. രാജ അർഹൻ നാമ ഉപശിക്ഷ്യ. അർഹൻ എന്ന രാജാവ് ഇത് കേട്ടിട്ട് ഇതിനെ തന്നെ ഉപശിഷ്യ, പഠിച്ചിട്ട്, ഇത് തന്നെ കേട്ടു പഠിച്ചു. ഇങ്ങനെ ഒരു ജീവിതചര്യ ആവാം എന്ന് പഠിച്ചിട്ടുണ്ട്. ഇതുവരെ അദ്ദേഹം 4 ആശ്രമത്തിന്റെ ജീവിതചര്യകളെ പഠിച്ചിട്ടുള്ളൂ. ആശ്രമത്തെ അതിക്രമിച്ച് 5-ാമത് ഇങ്ങനൊരു ജീവിതചര്യ ആവാം എന്ന് കേട്ടു. ആരെ? ഇദ്ദേഹത്തിന്റെ ജീവചരിതം അറിഞ്ഞപ്പോൾ. ഋഷഭന്റെ ജീവിതചര്യ അറിഞ്ഞപ്പോൾ അങ്ങനെയൊന്ന് ആവാമെന്ന് പറഞ്ഞത്. കൊങ്ക വെങ്ക കുടകാനം രാജ അർഹൻ നാമ ഉപശിക്ഷ്യ, പഠിച്ചിട്ട് കലൗ അധർമ്മ ഉത്കൃഷ്യമാണേ ഭവിതവ്യേന വിമോഹിത. കലൗ കലിയിൽ അധർമ്മ ഉത്കൃഷ്യമാണേ ഭവിതവ്യേന, ഈ കലിയിൽ ഭവിക്കാൻ പോകുന്ന, ഭവിതവ്യം ഭവിക്കപ്പെടേണ്ടത്, കവി എന്താണ് അവിടെ കലിയുഗത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഉത്കൃഷ്യമാണേ, കലിയുഗത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഉത്കർഷത്തെ പ്രാപിക്കുന്നതായ കലി. ഉത്കർഷമാണേ കലവും, അത് കലിയുടെ വിശേഷമാണ്. കലി ഉത്കർഷം പ്രാപിച്ച് കൂടി 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 കടുത്തു വരുമ്പോൾ
ഭവിതവ്യേന ഉണ്ടാകാൻ പോകുന്നതായ പാപകർമ്മങ്ങളുടെ ഫലമായിട്ട് വിമോഹിത മോഹം ഉള്ളവരായി തീർന്നിട്ട് വിമോഹിത സ്വധർമ്മപഥം അകുതോഭയം അപഹായ സ്വധർമ്മപഥത്തെ അവരവർ അനുഷ്ഠിക്കേണ്ട സ്വധർമ്മത്തിന്റെ വഴിയെ അകുതോഭയം ഒരിടത്തൊന്നും ഭയമില്ലാതെ അപഹായ ഉപേക്ഷിച്ചിട്ട് കുപഥം ദുഷ്ടമായ വഴിയിലൂടെ പാഷണ്ഡ മതത്തെ അസമഞ്ജസം യോഗ്യതയില്ലാത്ത ചേരാത്തതായ ഉചിതമല്ലാത്തതായ പാഷണ്ഡ മതത്തെ നിജമനീഷയ സ്വന്തം ബുദ്ധി കൊണ്ട് മന്ദനായ രാജാവ് സംപ്രവർത്തയിഷ്യതേ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരുന്നു എന്നർത്ഥം. ഋഷഭനെ കണ്ടുപിടിച്ച് ഒരു രാജാവിന്റെ കഥ പറയാം. കാരണം ഋഷഭദേവൻ അനുഷ്ഠിച്ചതും വർണ്ണ ആശ്രമങ്ങൾക്ക് അതീതവുമായ ഈ പരമഹംസധർമ്മത്തെ ഈ കൊങ്ക വെങ്ക കുടക രാജ്യങ്ങളിലെ അധിപനായ അർഹൻ എന്ന രാജാവ് പല വിധത്തിൽ കൂടി കേട്ടറിഞ്ഞു. ഓരോരുത്തർ പറഞ്ഞിങ്ങനെ കേട്ടറിഞ്ഞിട്ട് അധർമ്മ ഉത്കർഷം പ്രാപിക്കുന്ന കലിയുഗത്തിൽ ഇത് നടപ്പാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. അധർമ്മ ഉത്കർഷം പ്രാപിക്കാൻ പോകുന്ന കലിയുഗത്തില് ഒരു ഭയവുമില്ലാതെ സ്വധർമ്മം വെടിഞ്ഞ് ജനങ്ങൾ ജീവിക്കും. ഒരു ഭീതിയില്ല. അവരവർ ചെയ്യേണ്ട സ്വധർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ച് കളയും. മടിയില്ല, ഭയമില്ല, ഒന്നുമില്ല, സന്തോഷത്തോടെ. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഇതാണ് എനിക്ക് തോന്നിയത്, ഞാനും ചെയ്യും. ഇതെന്റെ ധർമ്മമാവുന്ന എനിക്ക് വിഷയമില്ല. അതാണ് കലിയുഗത്തിന് മൂർധന്യത്തിലുണ്ടാകുന്ന ഒരു വിശേഷം. അതുകൊണ്ടാണ് അധർമ്മം ഉത്കർഷത്തെ പ്രാപിക്കുന്ന കലിയുഗത്തില് എങ്ങു നിന്നും ഒരു ഭയവും ഉണ്ടാകാതെ സ്വധർമ്മത്തെ ഉപേക്ഷിക്കാനും വേദവിരുദ്ധമായ പാഷണ്ഡമാർഗത്തെ സ്വീകരിക്കാനും തൻ്റെ രാജ്യത്തുള്ള പ്രജകളോട് പഠിപ്പിച്ചു അർഹൻ എന്ന രാജാവ്. എല്ലാവരെയും ക്ലാസ് എടുത്ത് പഠിപ്പിച്ചു. സിലബസിലൊക്കെ ഈ മാറ്റം വരുത്തി. എല്ലാവരും ഇനി മുതൽ ഇങ്ങനെ ചെയ്താൽ മതി. ഋഷഭനെ പോലെ കുളി വേണ്ട, നനയ്ക്കണ്ട, ജപം വേണ്ട, സന്ധ്യാവന്ദനം വേണ്ട, പലപ്പോഴും എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കാം, കഴിക്കുന്നതിനകത്ത് കിടന്ന് മലമൂത്ര വിസർജനം ചെയ്യാം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഇതൊന്നും ശരിക്കും തിരിച്ചറിയാത്തതുകൊണ്ട് അതൊക്കെ കലിയിൽ ജനിക്കുന്ന ഓരോ പ്രാണികളുടെയും പാപത്തിന്റെ പരിണത ഫലമാണ് എന്നേ പറയാനുള്ളൂ. അങ്ങനെ ഈ മഹാന്മാർ അനുഷ്ഠിക്കുന്ന അത്യാശ്രമവും അവർണ്യവുമായ, ആശ്രമത്തെ അതിക്രമിക്കും വർണ്ണത്തെ അതിക്രമിക്കുന്നതുമായ ഈ സ്വഭാവങ്ങൾ അതിന് അർഹതയല്ലാത്തവർ ആചരിച്ചാൽ അധപ്പതിക്കും എന്ന് ബോധ്യപ്പെടുക. ഇത് കണ്ടുപഠിക്കേണ്ടത് പരമഹംസന്മാരാണ്. ഇദ്ദേഹത്തെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നവർ ഇദ്ദേഹത്തെ പോലെ ജീവിതചര്യ നയിച്ചു വരുന്ന ഒരാളായിരിക്കണം. ഈ സന്യാസി പോലെ നാളെ ഞാൻ ആയിക്കൊള്ളാമെന്ന് ഒരു ബ്രഹ്മചാരിയോ ഒരു ഗൃഹസ്ഥനോ വാനപ്രസ്ഥനോ സന്യാസിയോ പെട്ടെന്ന് മാറാൻ പറ്റില്ല എന്നർത്ഥം. അങ്ങനെ മാറുന്നത് അധപ്പതനമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചെറിയ കഥ ഇതിനകത്ത് ഉപസംഹരിച്ചത്, കൂട്ടിച്ചേർത്ത്. അതുകൊണ്ട് എല്ലാവരും ആ വഴി പോകണമെന്നല്ല, യോഗ്യത ഉള്ളവർക്കേ അത് പറ്റുള്ളൂ. ഒന്നാണ് ഇത് പരമശിവൻ വിഷപാനം ചെയ്തുകൊണ്ട് ഞാൻ നാളെ വിഷം കുടിച്ചേക്കാം എന്ന് വിചാരിച്ചാൽ ഞാൻ മരിച്ചു പോവുകയുള്ളൂ. അപ്പൊ പരമശിവൻ എന്നുള്ള മഹാത്മാവിന്റെ ആ പ്രവൃത്തി അതേപോലെയുള്ള ഒരാൾക്ക് അനുസരിക്കാൻ പറ്റുള്ളൂ, നമുക്ക് പറ്റില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ ഒറ്റ കയ്യിൽ ഈ പർവ്വതം പൊക്കിയെടുത്തു, നാളെ ഞാനും പൊക്കിയെടുക്കാം എന്ന് പുറപ്പെട്ടാൻ പറ്റില്ല. ഇത് എന്ത് ചെയ്യണം? ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി തരാൻ വേണ്ടി ഈ കഥ ഇവിടെ ഉപസംഹരിച്ചത് ആവണം. യസ്യ അനുചരിതം ആശ്രമാതീതമുപാകർണ്യാം പൊങ്കവെങ്ക കുടകാനാം രാജാം അർഹൻ നാമോപശിക്ഷ്യാം കലാവധർമ്മ ഉത്കൃഷ്യമാനേ ഭവിതവ്യേന വിമോഹിത സ്വധർമ്മവധം അകുതോഭയം അപഹായ കുപഥം പാഷണ്ഡമസമഞ്ജസം നിജമനീഷയ നന്ദ
സംപ്രവർത്തയിഷ്യതേ. യക്ഷികിലാനുചരിതം ആശ്രമാതീതമുപാകർണ്യാം കൊങ്കവങ്കകുടകാനം രാജന് അർഹന്നാമ രാജ അർഹന്നാമ ഉപശിക്ഷ്യാം കലാവധർമ്മ ഉത്കൃഷ്യമാനേഭ വിദവ്യേന വിമോഹിത സ്വധർമ്മപഥമകുതൂഭയം അപഹായ ഉപഥം പാഷണ്ഡമഫമഞ്ജസം ജമനുഷയ മന്ദർത്ഥം പ്രവർത്തയിഷ്യതേ. സാറേ സാറേ പാകണ്ടോന്നാണോ പാഷണ്ടോന്നാണോ? പാഷണ്ഡവും പാഖണ്ഡവുമായ അർത്ഥമാണ്. ഇവിടെ പാഷണ്ഡമാണ് ഉപയോഗിച്ചത്. ഞങ്ങളുടെ പുസ്തകത്തിൽ പാകണ്ടോന്നാണ്. രണ്ടും ഒരേ അർത്ഥമാണ്. ഏത് സ്വീകരിച്ചാലും കുഴപ്പമില്ല. ഇതിൽ അടുത്തേക്ക് പോവാം. ഏന ഹവാവാം കലൗ മനുജ അപസദാം ദേവമായ മോഹിതാഹം സ്വവിധി നിയോഗ ശൗചചാരിത്രവിഹീനാം ദേവഹേളനന്യപവ്രതാനി നിജ നിജേച്ഛയാഗൃഹാനാം അസ്നാന ആചമനാശന ആശൗച കേശോല്ലുഞ്ഛനാദീനി കലിനാം ധർമ്മബഹുലേന ഉപഹദധിയോ ബ്രാഹ്മണയജ്ഞ പുരുഷലോകവിദൂഷകാഹം പ്രായേണ ഭവിഷ്യന്തി. ഏനഹ വാവ യാതൊന്നുകൊണ്ട് വാ തീർച്ചയായിട്ടും കലവു കലിയിൽ മനുജ അപസദ മനുഷ്യർ നികൃഷ്ടന്മാരായിട്ട് അപസദന്മാർ നികൃഷ്ടന്മാർ മനുജാപസദന്മാർ നികൃഷ്ടരായ മനുഷ്യർ കലവു കലിയുഗത്തിൽ മനുജ അപസദാഹ ദേവമായ മോഹിതാഹ ഭഗവന്മായിൽ മോഹിതരായി തീർന്നിട്ട് സ്വവിധി നിയോഗ അവരവരുടെ സ്വധർമ്മത്തിന്റെ വിധി അനുസരിച്ചുള്ള നിയോഗങ്ങളെ സ്വവിധി നിയോഗം എന്നൊക്കെയാണ് ശൗച ചാരിത്ര വിഹീന. ശൗചമില്ല, ശുചിയില്ല, ചാരിത്രം ഇല്ല, അതിനെ വിട്ടുകളഞ്ഞു. ആരും പതിവ്രതകളാകണമെന്നില്ല. ആർക്കും ഇഷ്ടമുള്ള സ്ത്രീകളെ എപ്പോൾ വേണമെങ്കിൽ പ്രാപിക്കാം. അങ്ങനെ ശൗച ചാരിത്ര വിഹീനാഹ ഇല്ലാത്തവരായിട്ട് ദേവഹേളനാനി ദേവന്മാരെ നിന്ദിക്കാം. എല്ലാ ദേവന്മാരെയും കണക്കറ്റ് പരിഹസിക്കാം, കളിയാക്കാം, നിന്ദിക്കാം. അവരെ കളിയാക്കുന്ന ബോർഡുകളൊക്കെ മുക്കിന് സ്ഥാപിക്കാം. ഇതൊക്കെ ചെയ്യാം. ദേവഹേളനാനി അപവ്രതാനി എന്താണ്? വ്രതങ്ങൾ തെറ്റി ജീവിക്കാം. വ്രതങ്ങൾക്ക് നിഷ്ഠയൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്യാം, ഇതാണ് എൻ്റെ വ്രതം, ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ എന്നൊക്കെ അവരവരുടെ ഇഷ്ടാനുസരണം വ്രതങ്ങളെ എന്ത് ചെയ്യാം? മാറ്റിയെടുത്ത് നികൃഷ്ടമായ വ്രതധർമ്മത്തെ ആചരിച്ചുകൊണ്ട് ദേവഹേളനാനി അപവ്രതാനി നിജ നിജ ഇച്ഛയാകൃഹാന അവരവരുടെ ഇച്ഛ അനുസരിച്ചൊക്കെ സ്വീകരിക്കും. എൻ്റെ വ്രതം ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. നോക്കൂ, കലിയുഗത്തിലെ ജനങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് പറയാം. അല്ലാതെ എനിക്ക് വിധി നിയമമൊന്നുമില്ല, അതൊക്കെ അവിടെ കിടക്കും, ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ. നിജ നിജ ഇച്ഛയാകൃഹാന അസ്നാന ആചമന അശൗച കുളിക്കാതിരിക്കുക, ആചമിക്കാതിരിക്കുക, ശുചി ഉണ്ടാവാതിരിക്കുക, കേശ ഉല്ലുഞ്ഛനാദീനി മുടി മുറിക്കുക, നഖം മുറിക്കുക, ഒന്നും വേണ്ടെന്ന് വെച്ചിട്ട് കലിയിൽ അധർമ്മ ബഹുലേന അധർമ്മത്തിന്റെ ബാഹുല്യം കൊണ്ട് അപഹതധിയോ ബുദ്ധി മന്ദീഭവിച്ചവരായി ബുദ്ധി കുറേശ്ശെ കുറഞ്ഞ് നശിച്ച് ഇല്ലാണ്ടാകും. മനസ്സിന് മാത്രമല്ല രോഗം, ബുദ്ധിക്കും രോഗം ഉണ്ടാകും. മനസ്സിന്റെ രോഗമുണ്ടായി ചികിത്സിക്കാൻ നമുക്ക് സംവിധാനമുണ്ട്, ബുദ്ധിക്ക് രോഗമുണ്ടായി ഒന്നുമില്ല, അതും ഉണ്ടാകും. അപഹതധിയോ ബ്രാഹ്മണ യജ്ഞ പുരുഷ ലോകവിദൂഷകാഹ ഇതാണ് ബ്രാഹ്മണര്, ഈശ്വരൻ, സജ്ജനം, ഇവരെ വിദൂഷകൻ ദുഷിപ്പിക്കുന്നവർ, ഇവരെയൊക്കെ എന്താ വേദത്തെയും ബ്രാഹ്മണരെയും യജ്ഞത്തെയും ബ്രാഹ്മണ യജ്ഞ അതിൽ ഉള്ള പുരുഷന്മാരെയും ലോകത്തിൽ വിദൂഷകന്മാരായിട്ട് അവരെ ദുഷിപ്പിക്കുന്നവരായിട്ട് പ്രായേണ ഭവിഷ്യതി മിക്കവാറും ഉണ്ടാകുക തന്നെ ചെയ്യും. എന്നിങ്ങനെ കലികാലത്തിൽ സംഭവിക്കാവുന്ന
ഈ പാഷണ്ഡ പ്രവൃത്തി കൊണ്ട് മനുഷ്യർക്ക് എങ്ങനെയാണ് അധർമ്മത്തിലേക്ക് പോയി അധമവൃത്തി സ്വീകരിച്ചു പോകുന്നത് ഒന്ന് വരച്ചു കാണിച്ചു നൽകി. ഏന ഹവാവാം കലവും അനുജാപസദാം ദേവമായ മോഹിതാം സ്വവിധി നിയോഗ ശൗചചാരിത്രവിഹീനാം ദേവഹേളനാനി അപവ്രതാനി നിജ നിജേച്ഛയാ ഗൃഹാനാം അസ്ഥാന ആചമന അശൗച കേശ ഉല്ലുഞ്ഛനാദീനി കലിന അധർമ്മ ബഹുലേന ഉപഹതധിയോ ബ്രഹ്മ ബ്രാഹ്മണ യജ്ഞ പുരുഷ ലോകവിദൂഷകാഃ പ്രായേണ ഭവിഷ്യന്തി. ഏന ഹവാവ കലൗ മനുജാപസദാഹം ദേവമായ മോഹിതാഹം സ്വവിധി നിയോഗ ശൗചചാരിത്രവിഹീനാം ദേവഹേളനാന്യപവ്രതാനി നിജ നിജേച്ഛയാ ഗൃഹാനാം അസ്ഥാന ആചമനാശൗച കേശലുഞ്ഛനാദീനി കലിന അധർമ്മ ബഹുലേന ഉപഹതധിയോ ബ്രഹ്മ ബ്രാഹ്മണയജ്ഞ പുരുഷ ലോകവിദൂഷകാഃ പ്രായേണ ഭവിഷ്യന്തി. തേജഹ്യർവക്തനയാം നിജ ലോകയാത്രയാ അന്ധപരമ്പരയാം ആശ്വസ്തമഫ്യന്ധേ സ്വയമേവ പ്രപതിഷ്യന്തി. തേജ അവരാകട്ടെ ഹി അർവാക്തനയാഹ പുതിയ രീതി അനുസരിച്ച് നമ്മളിപ്പോ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നതിന് പകരം ഭാഗവതം ഉപയോഗിച്ചൊരു വാക്കാണ് അർവക്തനയ. പുതിയ രീതിയിലുണ്ടായ ഒരു ജനറേഷന്റെ സ്വഭാവത്തെയാണ് അർവാക്തനയൻ എന്ന് പറഞ്ഞത്. ന്യൂ ജൻ എന്നുള്ളതിന് പകരം ഉള്ള ഒരു വാക്കാണ് അർവാക്തനയ. നിജ ലോകയാത്രയാ അങ്ങനെ പുതിയ പുതിയ മോഡേൺ രീതിയിലുള്ള ജീവിത ലോകയാത്ര കൊണ്ട് ജീവിത വ്യാപാരം കൊണ്ട് നിജലോകയാത്രയ അന്ധപരമ്പര കൊണ്ട് ചെയ്തത് തന്നെ തന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക, അതിനെ ന്യായീകരിക്കുക. താൻ ചെയ്തതാണ് ശരി, തൻ്റെ കയ്യിൽ ഒരു തെറ്റുമില്ല എന്ന് ഏറ്റവും മുകളിൽ മുതൽ താഴെ വരെയുള്ള ഓരോ ജീവനക്കാരും പറയുക എന്റെ കുറ്റമല്ല, എന്റെ കുറ്റമല്ല, എന്റെ കുറ്റമല്ല. നമ്മൾക്ക് എന്നും പത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന. അപ്പൊ അവിടെ എന്താ ചെയ്യാ? നിജലോകയാത്രയ അന്ധപരമ്പരയാ. അതാണ് അന്ധപരമ്പര എന്ന് പറഞ്ഞത്. ഇത് എനിക്ക് പങ്കില്ല, അടുത്ത ആള് ഇതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. എന്റെ ഡിപ്പാർട്ട്മെന്റിൽ എന്റെ ഭാഗത്തിനും സമ്പൂർണ്ണം ശരിയാണ്, ഒരു കുഴപ്പമില്ല. അടുത്ത ആള് എന്റെ ഭാഗത്ത് ഒരു കുഴപ്പമില്ല. പിന്നെ എവിടെയാ കുഴപ്പം? ആർക്കറിയാം? ഇതിനെയാണ് അന്ധപരമ്പരയാ. ആ അന്ധപരമ്പരയിലൂടെ ആശ്വസ്താഹ തമഫി അന്ധേ, അതിൽ ആശ്വസിക്കും. എൻ്റെ ഒരു കുഴപ്പമില്ല എന്ന് ആശ്വസിച്ചിട്ട് തമഫി അന്ധേ, അന്ധകാരമാകുന്ന ഇരുട്ടിലേക്ക് സ്വയമേവ പ്രപതിഷ്യന്തി, തന്നെ ചെന്ന് വീഴും, അറിയത്തില്ല. ഇതൊക്കെ പറയും, എൻ്റെ കുഴപ്പമില്ല, ഞാനല്ല ചെയ്ത്, എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ താഴെയുള്ളവരാണ്, അപ്പുറത്തവരാണ്, ഇവരാണ്, എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയമേവ അന്ധകാര രൂപത്തിലേക്ക് ചെന്ന് വീഴുക തന്നെയും ഇത് കലിയുഗത്തിന്റെ ഒരു സമ്പ്രദായം. എത്ര കാലം മുമ്പ് ഭാഗവതം അടിവരയിട്ട് പറഞ്ഞു ബോധ്യപ്പെടുത്തിയ കാര്യമാണ് ഇന്ന് നമ്മൾ പത്രത്തിലും ടി വിയിലും എന്നും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതിഹാസം എത്ര കാലം മുമ്പ് പറഞ്ഞു ഇത് കലിയുഗത്തിൽ സംഭവിക്കാൻ പോകുന്നതാണ്. അവിടെ ജനങ്ങൾ, ഭരണാധികാരികൾ ഈ മട്ടിൽ തന്നെ മുമ്പോട്ട് നീങ്ങും. അന്ധപരമ്പരയാണ്, അർവാക്തനയന്മാരാണ്. രണ്ട് വിശേഷണത്തോടുകൂടിയാണ് കലിയുഗത്തിലെ ജനങ്ങളുടെ സ്വഭാവത്തെ അവതരിപ്പിച്ചത്. തേജ ഹ്യർവാക്തനയാ നിജലോകയാത്രയാ അന്ധപരമ്പരയാ ആശ്വസ്താഹ തമഫി അന്ധേ സ്വയമേവ പ്രപതിഷ്യന്തി. തേജ ഹ്യർവാക്തനയാ നിജലോകയാത്രയാ അന്ധപരമ്പരയാ ആശ്വസ്താഹ തമഫ്യന്ധേ സ്വയമേവ പ്രപതിഷ്യന്തി. തേജ ഹ്യർവാക്തനയാ നിജലോകയാത്രയാ അന്ധപരമ്പരയാ ആശ്വസ്താഹ തമഫ്യന്ധേ സ്വയമേവ പ്രപതിഷ്യന്തി. അയമവതാരോ രജസോപപ്ലത കൈവല്യോപശിക്ഷണാർത്ഥ തസ്യ അനുഗുണാൻ ശ്ലോകാൻ ഗായന്തി.
അയം അവതാര, ഈ അവതാരം രജഫോ പരിപ്രത കൈവല്യ ഉപശിക്ഷണാർത്ഥ, രജഫ് കൊണ്ട്, രജോ ഗുണം കൊണ്ട് ഉപപ്രത കൈവല്യോപശിക്ഷണാർത്ഥ, ഉപപ്രദമായി വ്യാപരിച്ചത് കൊണ്ട്, രജോ ഗുണത്തിൽ മുങ്ങിപ്പോയത് കൊണ്ട്, കൈവല്യ ഉപശിക്ഷണാർത്ഥാഹ, മോക്ഷമാർഗത്തെ അഭ്യസിപ്പിക്കുന്നവരായ കൈവല്യ ഉപശിക്ഷണാർത്ഥ തഫ്യ അനുഗുണാൻ ശ്ലോകാൻ ഗായന്തി. അങ്ങനെയുള്ള പ്രയോജനത്തോട് കൂടിയതാണ് ഈ അവതാരം. അതിൻ്റെ ഗുണങ്ങൾ അനുസരിച്ചുള്ള ശ്ലോകങ്ങൾ ഇനി ഇതാ പാടുന്നുവെന്ന്. ഈ അവതാരം ലോകത്തിൽ ദോഷത്തെ വർദ്ധിപ്പിക്കാൻ അയം അവതാരോ രജസോ ഉപപ്രദ കൈവല്യ ഉപശിക്ഷണാർത്ഥ. ഈ അവതാരം ലോകത്തില് ദോഷത്തെ വർദ്ധിപ്പിക്കാനാണോ എന്ന് വിചാരിക്കേണ്ട. ഇദ്ദേഹം കാണിച്ചു പിന്നെന്താണ്? രജോ ഗുണം കൊണ്ട് വിവേകം നഷ്ടപ്പെട്ടവരെ ബോധ്യപ്പെടുത്താൻ, അവർക്ക് മോക്ഷമാർഗത്തേക്ക് കടത്തിവിടാൻ യാണ് ഭഗവാൻ ഈ അവതാരം സ്വീകരിച്ചത്. പാപകർമ്മത്തിന്റെ ഫലം അനുഭവിക്കാനായി ജനിച്ചവരായ നികൃഷ്ടന്മാർ അവരാചരിച്ച ഈ പാഖണ്ഡ മതത്തെ ഭഗവാൻ ഇഷ്ടമല്ല എന്ന് മാത്രമല്ല, അവിവേകികൾ കൽപ്പിച്ചുണ്ടാക്കിയതാണ് ഈ മതം. ഭഗവാന്റെ അവതാര പ്രയോജനങ്ങളെ സൂചിപ്പിക്കുന്ന ഈ ഒന്ന് രണ്ട് ശ്ലോകവും കൂടി ഉദാഹരിക്കാം, ഇതൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി. അപ്പം ഈ പാഖണ്ഡ മതം എന്നൊരു മതം പണ്ഡിത മതമല്ല, വേദാന്ത മതമല്ല, ഭഗവൻ മതമല്ല, ഒന്നുമല്ല. കലിയുഗത്തിലേക്ക് കെട്ടിച്ചമച്ച് ഉണ്ടാക്കി വെച്ച ഒരു ദുഷ്കർമ്മത്തിന്റെ വിധിയാണിത്. ഇത് എന്താണ്? അറിയാതെ ജനങ്ങൾ അനുഭവിക്കാൻ ഇടയാകുന്ന രജസിൽ മുഴുകി പോകുന്നുണ്ടാണ്. അതിൽ ജനങ്ങളെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഭഗവാന്റെ അവതാരം എന്നാണ് അറിയേണ്ടത്. അയം അവതാരോ രജസോപപ്രദ കൈവല്യോ ഉപശിക്ഷണാർത്ഥ തസ്യ അനുഗുണാൻ ശ്ലോകാൻ ഗായന്തി. അയം അവതാരോ രജസോപപ്രദ കൈവല്യോപശിക്ഷണാർത്ഥ തസ്യ അനുഗുണാൻ ശ്ലോകാൻ ഗായന്തി. അഹോ ഭുവ സപ്തസമുദ്രവത്യാം ദ്വിപേഷു സർവേഷു അധിപുണ്യമേതൽ ഗായന്തി എത്ര ജനാമുരാരേ കർമാണി ഭദ്രണ്യവതാരവന്തി. അഹോ ആശ്ചര്യത്തിന്. ഭുവ സപ്തസമുദ്രവത്യാ ഭുവ, 7 സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂമിയുടെ ദ്വീപേഷു, ആ ഭൂമിയിലുള്ള ഓരോ ദ്വീപങ്ങളിലും സർവേഷു അധി, എല്ലാ ഖണ്ഡങ്ങളിലും വെച്ച് പുണ്യം ഏതത്, ഈ ഭാരതഖണ്ഡം പുണ്യമാണ്. 7 സമുദ്രത്തോടു കൂടിയ 7 ദ്വീപുകളുള്ള 7 ഖണ്ഡങ്ങളുള്ള ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും പുണ്യമായത് ഭാരതഖണ്ഡമാണ്, ഭാരതഭൂമിയാണ്. ഗായന്തി പാടുന്നു എത്ര ജനാഹ മുരാരേഹേ കർമാണി, ഇവിടെയുള്ള ജനങ്ങൾ മുരാരിയായ ഭഗവാന്റെ കർമ്മങ്ങൾ പാടുന്നു. ഭദ്രാണി അവതാരവന്തി, ഭദ്രങ്ങളായ ദശാവതാര കഥകളെ കീർത്തിക്കുന്നു, പാടുന്നു എന്നുള്ളത് ഒരു ആശ്ചര്യമാണ്. കലിയുഗത്തിൽ ഈ ഭൂമിയിൽ ഈ സപ്തദ്വീപുകളിലും വെച്ച് ഭാരതമാണ് ഉത്തമം. ആ ഭാരതഖണ്ഡത്തിൽ പുണ്യമുള്ളത് കൊണ്ടാണ് അവർക്ക് ഇവിടെ ഒന്ന് ജനിക്കാൻ പറ്റുള്ളൂ. അവിടെയുള്ള ജനങ്ങള് പാപത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ദശാവതാര കഥകൾ പാടിപ്പുകഴ്ത്തുന്നു. എന്തൊരാശ്ചര്യം, ഭാഗ്യം. അഹോ ഭുവ സപ്തസമുദ്രവത്യാം ദ്വീപേഷു സർവേഷു അതിപുണ്യമേതത് ഗായന്തി എത്ര ജനാമുരാരേ കർമാണി ഭദ്രണ്യവതാരവന്തി. അഹോ ഭുവ സപ്തസമുദ്രവത്യാം ദ്വീപേഷു സർവേഷു അതിപുണ്യമേതത് ഗായന്തി എത്ര ജനാമുരാരേ കർമാണി ഭദ്രണ്യവതാരവന്തി.
അഹോന്നു വംശോ യശഭാവദാതം പ്രയ്യവ്രതോ യത്ര പുമാൻ പുരാണം കഥാവതാര പുരുഷ ആദ്യശ്ചാരധർമ്മം യഥകർമ്മഹേതും. അഹോ, ആശ്ചര്യം തന്നെ. നു വംശോ യശഫ അവതാത, യശഫ് കൊണ്ട് പരിശുദ്ധമായ, അവതാതം പരിശുദ്ധം, യശഫാവതാത, യശഫ് കൊണ്ട് പരിശുദ്ധമായ പ്രയ്യവ്രതോ, പ്രിയവ്രതന്റെ വംശം, അതാണ് പ്രയ്യവ്രതോ എത്ര പുമാൻ പുരാണ. പ്രിയവ്രതന്റെ വംശത്തിൽ, ആ യാതൊരു വംശത്തിൽ, കീർത്തി കൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന വംശത്തിൽ, പുരാണ പണ്ടേ ഉള്ളവനും ആദ്യകാരണനുമായിരിക്കുന്ന ആ പരമപുരുഷൻ പ്രയ്യവ്രതോ എത്ര പുമാൻ പുരാണ കൃതാവതാര, അവിടെ അവതാരം ചെയ്തവനായിട്ട് ആദ്യനായ ഭഗവാൻ അവതരിച്ചിട്ട് ചചാരധർമ്മം യഥാ കർമ്മഹേതുക, ധർമ്മം ചചാര, ധർമ്മത്തെ അനുഷ്ഠിച്ചു. കർമ്മം കാരണമല്ലാതിരിക്കുന്ന ധർമ്മത്തെ അനുഷ്ഠിച്ചു. ലോകത്തിന്റെ ആദ്യ കാരണമായിരിക്കുന്ന ഭഗവാൻ ആ വംശത്തിൽ അവതരിച്ചിട്ട് മോക്ഷസാധനമായ ധർമ്മമാണ് അനുഷ്ഠിച്ച കർമ്മമല്ല. അപ്പൊ ഭഗവാന്റെ പ്രവൃത്തികൾ ധർമ്മമാണ്, കർമ്മം അല്ല. ആ ധർമ്മത്തെയാണ് നമുക്ക് പിന്തുടരേണ്ടത് എന്ന് ഈ 3 ശ്ലോകത്തിൽ കൂടിയാണ് ഈ അദ്ദേഹത്തിന്റെ ആ കീർത്തി സ്വഭാവത്തെ ബോധ്യപ്പെടുന്നത്. അഹോ നു വംശോ യശഫാവദാത പ്രയ്യവ്രതോ എത്ര പുമാൻ പുരാണം കഥാവതാര പുരുഷ ആദ്യശ്ചാരധർമ്മം യഥ കർമ്മഹേതുകം. അഹോ നു വംശോ യശഫാവദാത പ്രയ്യവ്രതോ എത്ര പുമാൻ പുരാണം കഥാവതാര പുരുഷ ആദ്യശ്ചാരധർമ്മം യഥ കർമ്മഹേതും. പൊന്നുഷ കാഷ്ഠാമപരോ അനുഗച്ഛേൻ മനോരഥേനപ്യഭവഫ്യോഗി യോ യോഗമായാ സ്പൃഹയത്യുദസ്താക്ഷു ഉദസ്താഹ്യസത്തമാ ഏനഗത പ്രയത്നാഹം. കോ നു അഫ്യ കാഷ്ഠാം, ആരാകട്ടെ, ആരാണോ, അഫ്യ ഇതിന്റെ, കാഷ്ഠ അവസ്ഥ, പരമകാഷ്ഠ, പരമമായ അവസ്ഥ. ഈ പരമമായ അവസ്ഥയെ അപരോ അനുഗച്ഛേത്, അപരനായ യാതൊരു യോഗിക്കാണോ പിന്തുടരാൻ പറ്റുന്നത്. അഫ്യ കാഷ്ഠാം അപരോ കോന്നു അനുഗച്ഛേത്, ഇദ്ദേഹത്തിന്റെ ഈ പരമകാഷ്ഠയിലുള്ള ജീവിതവൃത്തിയെ ആർക്ക് പിന്തുടരാൻ പറ്റും? കാണാനല്ലേ പറ്റുള്ളൂ, പിന്തുടരാൻ പറ്റില്ല. യോ യോഗമായാഹ സ്പൃഹയതി ഉദസ്താഹ, യാതൊരുവനാണോ യോഗമായകളെ ഉദസ്താഹ നിരസിക്കുന്നവനായിട്ട് സ്പൃഹയതി ആഗ്രഹിക്കും. യോഗമായയെ നിരസിക്കാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്, കൊണ്ടു നടക്കാനല്ല. ഹി എന്തെന്നാൽ അസത്തയ ഏന കൃതപ്രയത്നാഹ, അസത്ത കൊണ്ട്, കൃതപ്രയത്നാഹ അവിടെ പ്രയത്നം ചെയ്യപ്പെട്ടവനായിട്ട്, പരിശ്രമത്തോടുകൂടി യോഗമായകളെ അസത്താണ് എന്നുള്ള ബുദ്ധിയോടെ, അസത്തയ ആരാണോ ഉദസ്താഹ നിരസിക്കപ്പെടുന്നത്, അത് അഭവനായ, ജന്മാദികളില്ലാത്തവനായ ഇവന്റെ കാഷ്ടയായ ഈ അവസ്ഥയെ ആർക്ക് അനുസരിക്കാൻ പറ്റും? മനസ്സിൽ സങ്കല്പിച്ചു പോലും പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള ആ മഹാത്മാവിന്റെ സിദ്ധികളെ ആരാണ് ആഗ്രഹിക്കുന്നത്? അങ്ങനെ ആർക്കും പോകാൻ പറ്റില്ല, ആരും ആഗ്രഹിക്കുന്നില്ല എന്നർത്ഥം. അതുപോലെ ആയിത്തീരാൻ ആർക്കും പറ്റില്ല. ഈ കാര്യം ബോധ്യപ്പെടുത്താൻ 3 ശ്ലോകം ഉദാഹരിച്ചു നിർത്തും. പൊന്നുഷ്യകാഷ്ഠാമപരോ അനുഗച്ഛൻ
മനോരഥേനാപ്യഭവസ്യയോഗി യോ യോഗമായാ സ്പൃഹേത്യുദസ്താം ഹ്യസത്തയാ ഏനഗത പ്രയത്നാഹം പുണ്യശ്ച കാഷ്ഠാമപരോനുഗച്ഛേൻ മനോരഥേനാപ്യഭവസ്യയോഗി യോ യോഗമായാ സ്പൃഹേത്യുദസ്താ ഹ്യസത്തയാ ഏനഗത പ്രയത്നാഹം. ജന്മാദികളില്ലാത്തവനാണ് ഭഗവാൻ അല്ലെങ്കിൽ ഋഷഭദേവനായി അവതരിച്ചത്. അങ്ങനെ ഇത് കണ്ടിട്ട് ഈ യോഗസിദ്ധികളെ നശ്വരങ്ങളാണെന്ന് കണ്ട് ഋഷഭദേവൻ ഉപേക്ഷിച്ചു, നിരസിച്ചു. ആ നിരസിച്ച സിദ്ധികൾ കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ള യോഗികൾ ഈ മഹാനെ പോലെ ആവാൻ മനസ്സുകൊണ്ടുപോലും ആഗ്രഹിക്കുന്ന ശക്തരല്ല, പറ്റില്ല എന്ന്. ആവണം എന്ന് വിചാരിച്ചാലും ആവില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ കണ്ട് അറിഞ്ഞ് പാടി പുകഴ്ത്താനേ പറ്റുള്ളൂ. അതുപോലെ ആയിത്തീരാൻ പറ്റില്ല. മഹാന്മാരുടെ പ്രവൃത്തികൾ അങ്ങനെയാ. അതിനെ സ്തുതിക്കാം, പാടി പുകഴ്ത്താം, അതുപോലെ നമുക്ക് ആവാൻ പറ്റില്ല. അവരുടെ ഉപദേശങ്ങൾ കേൾക്കാം, പക്ഷെ അവരെ പോലെ ആയിത്തീരാൻ നമുക്ക് ആവില്ല എന്നുള്ളതാണ് സത്യം. ഈ ഒരു സത്യം ബോധ്യപ്പെടുത്താനാണ് ഈ 3 ശ്ലോകത്തെ ഉദാഹരിച്ചുകൊണ്ട് ഭാഗവതം ഇക്കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുക. നമുക്കിനി 2-3 ഗദ്യങ്ങളുണ്ട്. എനിക്ക് ഇത്തിരി നേരത്തെ ഒരു യാത്രക്ക് പോകാനുള്ളതുകൊണ്ട് ആർക്കെങ്കിലും അത്യാവശ്യം സംശയം ഉണ്ടെങ്കിൽ 5 മിനിറ്റ് ചോദിച്ചിട്ട് നമുക്ക് ഉപഭോഗിക്കാം. ബാക്കി അടുത്ത ദിവസം. 13ാമത്തെ ശ്ലോകത്തിലെ അപ്പോ രണ്ടാമത്തെ ലൈന് ദ്വീപേഷു വർഷേഷു എന്നായാല് തെറ്റുണ്ടോ? ജീവേഷു വർഷേഷു, ദീപവർഷം ഭാരതവർഷം എന്നൊക്കെ പറയാറില്ല, അങ്ങനെ ശരിയാണോ? അങ്ങനെയാ കിടക്കുന്നേ. ദ്വീപും വർഷവുമാണ്. വർഷം ഖണ്ഡമാണ്. ആ, ഭാരതവർഷം ഭാരതഖണ്ഡം എന്നാണ്. സർവേഷു എന്നാണ്. സർവേഷു ദ്വീപേഷു എന്നുള്ളതാണെങ്കിൽ സർവേഷു ദ്വീപേഷു ഖണ്ഡേഷു. അപ്പൊ എല്ലാം കിട്ടില്ല എന്നേ ഉള്ളു. എല്ലാം കിട്ടണമെങ്കിൽ സർവേഷു ദ്വീപേഷു അതിപുണ്യമേതം. എല്ലാ ദ്വീപുകളിലും ഇത് അധികം പുണ്യത്തോടു കൂടിയതാണ് എന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെ തന്നെ വേണം. ഈ ബുക്കിൽ ഇങ്ങനെയാ, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. അതെ അതെ. ശരി സർ. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ലെങ്കിൽ ഉപസംഹരിക്കാം. നമുക്ക് അടുത്ത ദിവസം ആവാം. സാറ 9ാമത്തെ ശ്ലോകത്തിലെ ദേവഹേളന അന്യ അപവ്രതാനി നിജ നിരേച്യ ഗൃഹ്ണാന അസ്നാന കഴിഞ്ഞ് അനാചമനോ അസ്നാന ആചമന അശൗചം അവിടെ എല്ലാം ചേർക്കണം. അസ്നാന അനാചമന എന്നാണ് ഈ ബുക്കിൽ. അസ്നാന ആചമന ആശൗച കേശ ഉല്ലുഞ്ചനം വേണ്ട. സാറേ അവിടെ ഞാൻ കൂടുതലുണ്ട്. അനാചമോന്ന് വരുമല്ലേ? വേണ്ട വേണ്ട. എല്ലാത്തിനെയും കൂടെ നിരസിക്കാൻ ആദ്യം അകാരം ചേർത്തിട്ടുണ്ട്. അത് മതി, മറ്റേ വേണ്ട. അസ്നാനം, അനാചമനം, അനശൗചം, എന്താണ് അത്, ആ കേശലുഞ്ചനം, ഇവിടെ എല്ലാ ആകാരം കൊണ്ടുവരണം. കൊല്ലത്ത് മാത്രം പോരാ. അപ്പോ ഒരു കളയണം. കളഞ്ഞാൽ മതി. ശരി സാർ. അസ്നാന ആചമന ആശൗച കേശുല്ലുഞ്ചനാദീനി എന്ന് വായിച്ചാൽ മതി. ഓക്കെ. കാരണം ഒരിടത്ത് മാത്രമായിട്ട് അന്നസ്നാനം പറയാൻ പറ്റില്ല. കാരണം ഈ 5 കുറ്റങ്ങളെ ഒന്നിച്ച് നിഷേധിക്കാനാണ് ആകാരം. ഒരു കൂടുതലുണ്ടാവും. അത് വേണ്ടെന്ന് വെച്ചാൽ ശരി. സംശയങ്ങളില്ലെങ്കിൽ ഇപ്പൊ സംശയിക്കാം.
ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.